So, what is angiotensin? Angiotensin is a powerful vasoconstrictor hormone which is present in our body, mainly helps in BP and fluid balance. അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ള വാസോ കൺസ്ട്രക്ടറാണ്. നമ്മുടെ ബോഡിയിലെ ബ്ലഡ് വെസൽസ് നാരോ ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്യാം, അതുവഴി ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാം, നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡ് ബാലൻസ് ഒക്കെ ചെയ്യാന്നുള്ളതാണ് ആൻജിയോടെൻസിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ മെയിൻ ആയിട്ടുള്ള റോള്. ഈ ആൻജിയോടെൻസിൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആയത്, അല്ലെങ്കിൽ എങ്ങനെ കൺവേർട്ടായി, എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം നമുക്ക് നോക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ARBസിലോട്ട് പോകാം. അപ്പം എങ്ങനെയാണ് ആൻജിയോടെൻസിൻ കൺവേർഷൻ ആയതെന്ന് നമുക്ക് നോർമൽ RAAS മെക്കാനിസം ഒന്ന് നോക്കാം. അതായത് റെനിൻ ആൻജിയോടെൻസിൻ അൽഡോസ്റ്റെറോൺ സിസ്റ്റം. സോ ഗൈസ്, ഇതാണ് RAAS മെക്കാനിസം, അതായത് റെനിൻ ആൻജിയോടെൻസിൻ അൽഡോസ്റ്റെറോൺ സിസ്റ്റം. ആക്ച്വലി ഈ ആൻജിയോടെൻസിനോജൻ എന്ന് പറയുമ്പോൾ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. അത് ലിവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ലിവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആൻജിയോടെൻസിനോജനെ നമുക്ക് ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് മെയിൻലി വേണ്ട എൻസൈമാണ് റെനിൻ, വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഓർ റിലീസ്ഡ് ഫ്രം കിഡ്നി. അത് കിഡ്നിയിൽ നിന്നിട്ടാണ് അത് റിലീസ് ചെയ്യുന്നത്. ആ കിഡ്നിയിൽ നിന്നുള്ള റെനിൻ നമ്മുടെ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മെയിൻലി ലെങ്സിൽ നിന്നിട്ട് ഒരു എൻസൈം വരും, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഈ ACE ആണ് നമുക്ക് ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത് പവർഫുൾ വാസോ കൺസ്ട്രക്ടർ ആണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും കൺസ്ട്രക്ട് ബ്ലഡ് വെസൽസ് thereby increasing the BP and stimulate the aldosterone mechanism. സെക്രീഷൻ. അൽഡോസ്റ്റെറോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹോർമോണാണ് കിഡ്നിയിലെ, അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെക്രീഷൻ കൂടും. ആ മെയിൻ ആയിട്ടുള്ള അൽഡോസ്റ്റെറോണിൻ്റെ സെക്രീഷൻ ADLO ആണ് കേട്ടോ. ആ സെക്രീഷൻ വരുമ്പോഴത്തേക്കും സോഡിയവും വാട്ടറും നമ്മുടെ ബോഡിയിൽ റിട്ടൈൻ ചെയ്യുന്ന പറഞ്ഞാൽ എക്സ്ക്രീഷൻ കുറയും. അതുവഴി നമ്മുടെ ബോഡിയിലെ ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ പഠിച്ചു ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് ഫ്ലൂയിഡ് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്താണെന്ന് പഠിക്കാം. ദിസ് ഇസ് അവർ മെയിൻ ടോപ്പിക്. ഓക്കെ, വി വാണ്ട് സ്റ്റാർട്ട് അവർ മെയിൻ ടോപ്പിക്. ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. അത് ആൻജിയോടെൻസിൻ എന്ന ഹോർമോണിൻ്റെ ആക്ഷൻസിനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് കളയുക. എവിടെ? അതിൻ്റെ റിസപ്റ്റർ സൈറ്റ്സിൽ. അതുവഴി വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകത്തില്ല, ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നില്ല, അതൊക്കെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആവും. അതുകൊണ്ടിട്ടാണ് നമ്മളത് ആൻറ്റി ഹൈപ്പർടെൻസീവ് ആയിട്ട് ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നത്. മെയിൻലി ഇറ്റ് ഇസ് ഗിവൺ ടു ഹൈപ്പർടെൻസീവ് പേഷ്യൻറ്റ്. ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ക്ലാസ് ഓഫ് ഡ്രഗ് വിച്ച് ഇസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പർടെൻഷൻ. ഓക്കെ, ഹൈപ്പർടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഒരു മെയിൻ ആയിട്ടുള്ള ഡ്രഗ് തന്നെയാണ് ARBs എന്ന് പറയുന്നത്. സോ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ക്ലാസ് ഓഫ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ദാറ്റ് ബ്ലോക്സ് ആക്ഷൻ ഓഫ് ആൻജിയോടെൻസിൻ 2 അറ്റ് റിസപ്റ്റർ സൈറ്റ്. റിസപ്റ്റർ സൈറ്റിൽ ചെന്നിട്ട് അതിൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ ചെയ്യുന്നത്. കുറച്ച് മെയിൻ ഡ്രഗാണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നോ ഞാനത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ലോസാറ്റിൻ, വാൽസാറ്റിൻ, ടെൽമിസാറ്റിൻ, കാൻസാറ്റിൻ. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ്. നമുക്ക് MOA പഠിക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആക്ഷൻസ് ബ്ലോക്ക് ചെയ്യുന്നത് വഴി എന്താ ഉണ്ടാകുന്നത്? വാസോ ഡൈലേഷൻ ഉണ്ടാകും. എന്താണ് വാസോ കൺസ്ട്രക്ഷൻ ആയിരുന്നു? അത് നോർമൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റും? നേരെ ഓപ്പോസിറ്റ് വാസോ ഡൈലേഷൻ എന്ന് പറയുന്നത് ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ബോഡിയിലെ ബ്ലഡ് വെസൽസ് ഡൈലേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുവഴി സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്, BPയും കുറയുന്നുണ്ട്. പിന്നെ ആൻജിയോടെൻസിൻ്റെ ഫംഗ്ഷൻ അവർ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടിട്ട് അൽഡോസ്റ്റെറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല. അൽഡോസ്റ്റെറോൺ സ്റ്റിമുലേറ്റ് ചെയ്യാത്തത് കൊണ്ടിട്ട് തന്നെ അതിൻ്റെ സെക്രീഷൻ കുറയുന്നുണ്ട്, ബ്ലഡ് വോളിയം കുറയുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പോയിൻ്റ് ആയിട്ടുള്ളത് കാർഡിയാക് വർക്ക് ലോഡും കുറയുന്നുണ്ട്. ഓക്കെ, കാർഡിയാക് വർക്ക് ലോഡും കുറയുന്നുണ്ട്. സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫാർമക്കോളജിക്കൽ ആക്ഷൻ. ഫാർമക്കോളജിക്കൽ ആക്ഷൻ മെയിൻ ആയിട്ടുള്ള വാസ്കുലർ സിസ്റ്റമിൽ ബ്ലഡ് വെസൽസിലൊക്കെ എന്താണ് ഉണ്ടാകുന്നത്? മെയിൻലി വാസോ ഡൈലേഷൻ ഉണ്ടാകുന്നുണ്ട്, പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. അതുവഴിയാണ് നമുക്ക് BP കുറയുന്നത് കേട്ടോ. കിഡ്നിയിലെ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഡ്യൂ ടു അൽഡോസ്റ്റെറോൺ ഡിക്രീസ് അൽഡോസ്റ്റെറോണിൻ്റെ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സെക്രീഷൻ കുറയുന്നുണ്ട്. കുറയുമ്പോഴത്തേക്കും സോഡിയവും വാട്ടറിൻ്റെയും എക്സ്ക്രീഷൻ കൂടുന്നു, അതായത് യൂറിൻ ഔട്ട്പുട്ട് വരുന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാർട്ടിൽ കാർഡിയാക് വർക്ക് ലോഡ് കുറയുമ്പോഴത്തേക്കും ആഫ്റ്റർ ലോഡും പ്രീ ലോഡും കുറയുന്നു. അഡ്രീനൽ ഗ്ലാൻഡ്സിൽ അൽഡോസ്റ്റെറോൺ സെക്രീഷൻ കുറയുന്നു. നെക്സ്റ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷനാണ്. ഇറ്റ്സ് വെൽ ഓറലി അബ്സോർബ്ഡ് ഡ്രഗ്. അതായത് മെയിൻ ഡ്രഗ് റൂട്ട് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഓറലാണ്. ഓക്കെ, പിന്നെ മോസ്റ്റ് ഓഫ് ARBs ആർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് ഇനാക്ടിവേറ്റ് ഉള്ള ഡ്രഗ് ആയിരിക്കും. നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ മെറ്റബോളിസം നടക്കുമ്പോൾ മാത്രം അത് ആക്ടിവേറ്റ് ആയിട്ട് മാറുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ARBs എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോ ഡ്രഗാണ്. പ്രോഡക്റ്റാണ്. ഇപ്പോൾ മെറ്റബോളിസം നടക്കുന്നത് ലിവറിലായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലിവറിലാണ് കേട്ടോ. മെറ്റബോളിസം നടക്കുന്നത് എക്സ്ക്രീഷനും കിഡ്നി ആയിരിക്കത്തുള്ളൂ, അതായത് യൂറിൻ ആയിരിക്കത്തുള്ള എക്സ്ക്രീഷൻ ചെയ്യുന്ന ഡ്രഗ്. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 24 hours ആണ്. ഡെയിലി വൺസ് ആണ് കേട്ടോ. വൺസ് ഡെയിലി ആണ് കൊടുക്കുന്നത്. തെറാപ്യൂട്ടിക് യൂസസ് എന്താണെന്ന് നോക്കാം. ഹൈപ്പർടെൻഷൻ മെയിൻലി ഹൈപ്പർടെൻഷനാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഇൻക്രീസ് ബ്ലഡ് പ്രഷർ. ഹൈപ്പർടെൻസീവ് പേഷ്യൻസിലെ ഫസ്റ്റ് ലൈൻ ഡ്രഗാണ് ARBs. ഡിപ്പെൻസ് ഓൺ പേഷ്യൻസ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഹാർട്ട് ഫെയിലറിന് ഇറ്റ്സ് മോസ്റ്റ്ലി യൂസ്ഫുൾ. ഇൻക്രീസസ് മോർട്ടാലിറ്റി ആൻഡ് ഇംപ്രൂവ്സ് ദ സിംപ്റ്റംസ്. ലൈക്ക് why it's given to patients with heart failure? It's because it reduces the cardiac remodeling and reduces after load and preload.
ഓക്കെ. സോ ആ ടൈമിൽ മോർട്ടാലിറ്റി മീൻസ് ഡെത്തിൻ്റെ ചാൻസസ് കുറയ്ക്കുന്നതിന് മോർട്ടാലിറ്റി എന്ന് പറയും. ഓക്കെ, സോ എന്താണ് ഹൈപ്പർ ടെൻഷൻ? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻക്രീസ് ബ്ലഡ് പ്രഷർ. മെയിനായിട്ട് ഡ്രഗ് ഹൈപ്പർ ടെൻഷൻ പേഷ്യൻ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ലൈൻ ഡ്രഗ് തെറാപ്പിയാണ് ARBs കൊണ്ടിട്ട് നമ്മൾ ഹൈപ്പർ ടെൻഷൻ കൊടുക്കണം. നെക്സ്റ്റ് പോയിന്റ് ഹാർട്ട് ഫെയിലർ. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗിവൻ പ്രിസ്ക്രൈബ് ഹാർട്ട് ഫെയിലർ. ബൈ കാർഡിയാക് റിമോട്ടിലും ആഫ്റ്റർ ലോഡും കിലോഡൊക്കെ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഹാർട്ട് ഫെയിലറിൽ നമുക്ക് ARBs യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡിക്രീസസ് ദ മോർട്ടാലിറ്റി ആൻഡ് ഇംപ്രൂവ്സ് ദ സിംപ്റ്റംസ്. അതായത് ഡെത്തിനുള്ള ചാൻസസ് കുറയ്ക്കുന്നുണ്ട്. മോർട്ടാലിറ്റി കുറയ്ക്കുന്നതിനായിട്ട് സിംപ്റ്റംസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡയബറ്റിക് നെഫ്രോപ്പതി. ക്രോണിക് അതിന് നമുക്ക് ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് ക്രോണിക് ആയിട്ട് കിഡ്നി ഡിസീസ് ഉള്ള ഒരാൾക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. എസ്പെഷ്യലി ഡയബറ്റിക്സ് മെലിറ്റസ്. ഡയബറ്റിക് മെലിറ്റസിലെ ഒരു വൺ ഓഫ് ദ കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് നെഫ്രോപ്പതി. അതായത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റിന് കിഡ്നിയിലെ ഡാമേജ് വരാൻ ചാൻസസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഇത് കൊടുക്കാം. അതിൻ്റെ ആക്ഷൻ പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇൻക്രീസസ് ദ ഇൻട്രാഗ്ലോമറുലർ പ്രഷർ. ഇൻട്രാഗ്ലോമറുലർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും കിഡ്നിയിലെ ഫങ്ഷൻ ആൻഡ് സ്ട്രക്ചർ യൂണിറ്റ് ആയിട്ടുള്ള ആണ് നെഫ്രോൺസ്. അല്ലേ, നെഫ്രോൺസ് എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ അതിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. മൈ ഡ്രോയിങ്സ് ഫസ്റ്റ്. ഓക്കെ, ഇതാണ് നെഫ്രോൺസ്. ഇങ്ങനെ പോയിട്ട് നമ്മൾ കളക്റ്റിൻ്റെപ്പം നമ്മുടെ ലൂപ്പൊക്കെ വരുന്നുണ്ട്. സോ അത് നമുക്ക് വേണ്ട, നമുക്ക് ഈ പാർട്ടാണ് വേണ്ടത്. ഈ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഗ്ലോമർലെസ്. ഈ പാർട്ടിൽ പ്രഷർ ഉണ്ട്. ഗ്ലോമർലെസ്സിൽ വെസൽസ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് വെസൽസ് ഉണ്ട്. സോ അവിടുത്തെ പ്രഷർ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഡയബറ്റിക് നെഫ്രോപ്പതിയിൽ നമുക്ക് ARBs കൊടുക്കുന്നത്. ഈ പോസ്റ്റ് MI മയോകാർഡിയൽ ഇൻഫെക്ഷൻ നമുക്കത് കൊടുക്കാൻ പറ്റും. കാർഡിയാക് റിമോട്ടിലിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ARBs adverse drug reaction mainly hypokalemia ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഏറ്റവും മോസ്റ്റ് സസ്പെക്റ്റബിൾ ബിക്കോസ് അവർക്ക് കിഡ്നിയിൽ ഡാമേജസ് ഉള്ളതുകൊണ്ട് തന്നെ എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാഷ്യം കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ മെയിനായിട്ടുള്ള അഡ്രസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പോകലീമിയ, ഹൈപ്പോടെൻഷൻ. ഓഫ് കോഴ്സ് ഇറ്റ് കാൻ കോസസ് ഓർ ഹൈപ്പോടെൻഷൻ. സോ ഡയലൂഷനാണ് ഉണ്ടാകുന്നത്. അത് ഡിസിനസ്സും ഹെഡേക്കും ഉണ്ടാകും. തലവർക്കും തലവേദന ആയിട്ടുള്ള മെയിൻ സിംറ്റംസും ഉണ്ടാകും. കോൺട്രാ ഇൻഡിക്കേഷൻ. സോ പ്രഗ്നൻസിയിലും ലാക്ടേഷനും നമുക്ക് ഈ ഡ്രഗ്സ് കൊടുക്കാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ദ ഡ്രഗ് നമുക്ക് പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ബിക്കോസ് ഇത് ടെറാറ്റോജനിക് ആയിട്ട് വേണ്ടി ഇറ്റ്സ് ഡേഞ്ചർ ടു ദ ഫീറ്റസ്. ഓക്കെ, നെക്സ്റ്റ് റീനൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാവാം. ഹൈപ്പോകലീമിയ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റീനൽ ഫംഗ്ഷൻസിൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാവാം. പിന്നെ ഹൈപ്പോകലീമിയ ഓൾറെഡി ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. ദെൻ ഒരു നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്യാം, പിക്ചർ മാത്രമായിട്ട്. അതുകൊണ്ട് യു ക്യാൻ ചെക്ക് ഔട്ട് ദാറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ.